രാം നാരായണ റാം. നമ്മുടെ ശരീരം ഒരു സങ്കീർണ യന്ത്രമാണ്, ഒത്തുചേർന്ന ഒരു ഘടകമായി പ്രവർത്തിക്കുന്നു. എല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുകയും ഒരു സജീവ ഘടന രൂപപ്പെടുത്തുകയും ചെയ്യുന്നു. ഇത് സജീവവും സൃഷ്ടിപരവുമായതും സ്നേഹബന്ധങ്ങൾ, ആസക്തികൾ എന്നിവ കൊണ്ട് നിറഞ്ഞതുമാണ്. ഇത് നമ്മെ ഐക്യ കുടുംബമാക്കുന്നു. എല്ലാ അവയവങ്ങളും ഒരു സംഘമായി ഒരുമിച്ച് പ്രവർത്തിക്കുന്നു, ഒരു അവയവത്തെയും അവഗണിക്കാതെ. ഓരോ ജീവിയും, സസ്യങ്ങളും കീടങ്ങളും ജീവനും ചൈതന്യവും നിറഞ്ഞവയാണ്. ഈ ശരീരരൂപത്തിലുള്ള യന്ത്രത്തിനുള്ളിൽ 50 ബില്യൺ ആളുകൾ, ആത്മാക്കൾ, ചൈതന്യത്തിന്റെ കണങ്ങൾ, ദിവ്യഘടകങ്ങൾ എന്നിവ അടങ്ങിയിരിക്കുന്നു. ഇന്നത്തെ ലോകത്തും ആകാശഗംഗയിലാകെ അനന്തമായ ആത്മാക്കൾ അവരുടെ അടിസ്ഥാന ജീവിത ആവശ്യങ്ങളിൽ നിന്നും വിലക്കപ്പെട്ടിരിക്കുന്നു. ഇതിന്റെ ഫലമായി ആളുകൾ അനീതി ചെയ്യുന്നു, തെറ്റുകൾ ചെയ്യുന്നു, കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നു, വിവിധ അപരാധങ്ങളിലും ദുർഗുണങ്ങളിലും വീഴുന്നു. അവരുടെ അശാന്തി അവരുടെ ഹൃദയത്തിലും ചൈതന്യത്തിലും അടിഞ്ഞിരിക്കുന്ന ആഴത്തിലുള്ള വിശപ്പിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഒരു വിശന്ന വ്യക്തി ആശയക്കുഴപ്പത്തിൽ കയറിമറിഞ്ഞു നിലവിളിക്കാവുന്നതുപോലെ നമ്മുടെ ഉള്ളിലെ അനവധി ചൈതന്യങ്ങൾ നമ്മുടെ പ്രവർത്തനങ്ങളെ സ്വാധീനിക്കുന്നു. രാം നാരായണ റാം എന്ന നാമത്തിന്റെ ആന്തരിക സാരത്തിൽ നിന്നാണ് അനവധി ജീവികൾ സൃഷ്ടിക്കപ്പെട്ടത്. ആകാശത്തിലെ അനവധി ഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ, നക്ഷത്രമണ്ഡലങ്ങൾ ഇവയെല്ലാം ജീവനും ചൈതന്യവും സജീവതയും സൃഷ്ടിപരതയും നിറഞ്ഞവയാണ്. അവ ദാഹം, വിശപ്പ്, ദുഃഖം, വേദന, വെല്ലുവിളികൾ എന്നിവ അനുഭവപ്പെടുന്നു. അവ ജനിച്ചും മരിച്ചും ചെയ്യുന്നു. പക്ഷേ മനുഷ്യരുടെ പോലെ സ്വതന്ത്രരല്ല. അവരുടെ ഇച്ഛാനുസരണം പ്രവർത്തിക്കാനും തെറ്റുകൾ ചെയ്യാനും അല്ലെങ്കിൽ ഫലമില്ലാതെ തെറ്റായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുമാവില്ല. നമ്മുടെ മനസ്സിൽ അനവധി ചിന്തകൾ നിറഞ്ഞിരിക്കുന്നു. അവയിൽ നമ്മുടെ വിവേകം ഇടപെടുന്നു, നമ്മെ നയിക്കുന്നു, നമ്മുടെ തെറ്റുകൾ കാണിച്ചു തരുന്നു. ചിലപ്പോൾ നാം അത് കേൾക്കുന്നു, ചിലപ്പോൾ ഇല്ല. ഇതിന്റെ ഫലമായി തെറ്റായ പ്രവർത്തനങ്ങളും ദുരന്തങ്ങളും സംഭവിക്കുന്നു. ഇപ്പോൾ ഈ വിഭജനം അവസാനിപ്പിച്ച് മതനിരപേക്ഷവും പുരോഗമനപരവുമായ ഒരു സമൂഹം നിർമ്മിക്കേണ്ട സമയമാണ്. ഇത് സാധ്യമാകുന്നത് നമ്മുടെ വിവേകത്തിന്റെ ശബ്ദം കേൾക്കുമ്പോഴും പ്രകൃതിയുമായി ബന്ധിപ്പിക്കുമ്പോഴും രാം നാരായണ റാം ജപം തുടർച്ചയായി ചെയ്യുമ്പോഴുമാണ്. പ്രകൃതിയെപ്പോലെ മഹത്തായ മതമൊന്നുമില്ല. ഇതിനെ ഓരോ വ്യക്തിയും മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരാൾ രാം നാരായണ റാം നോട് ബന്ധപ്പെടുമ്പോൾ അവന്റെ ജീവിതം സ്ഥിരതയുള്ളതാകും. രാം നാരായണ റാം എന്നും എല്ലാവരോടും സന്തോഷകരമായ ചിന്തകൾ സൂക്ഷിക്കണമെന്ന് പഠിപ്പിക്കുന്നു. നിങ്ങളുടെ വിവേകത്തിന്റെ ശബ്ദം എപ്പോഴും കേൾക്കൂ. നിങ്ങളുടെ ഉള്ളിലുള്ള സ്വരത്തോട് ശ്രദ്ധ കൊടുക്കൂ. ഇന്നത്തെ ലോകത്ത് ഓരോരുത്തരും സന്തോഷത്തിനും മനസ്സമാധാനത്തിനും തിരഞ്ഞെടുക്കുന്നു. ഈ ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ നമ്മളെല്ലാം പല സ്ഥലങ്ങളിലും അനാവശ്യമായി അലയുന്നു. എന്നാൽ ഈ സന്തോഷവും മനസ്സമാധാനവും നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. നമ്മൾ വേണ്ടത് രാം നാരായണ റാം എന്ന ദിവ്യനാമവുമായി ബന്ധപ്പെടുക മാത്രം. അതിനുശേഷം നിങ്ങൾ കാണും എല്ലാം ആനന്ദത്തിന്റെയും സമാധാനത്തിന്റെയും അനുഭവം നേടുന്ന രീതിയെപ്പറ്റി. രാം നാരായണ റാം എന്ന പേരിൽ മുഴുവൻ ബ്രഹ്മാണ്ടവും അടങ്ങിയിരിക്കുന്നു. ഈ നാമം നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായും മാറ്റുകയും ഭയങ്ങളെ നീക്കി സന്തോഷവും സമൃദ്ധിയും നിറച്ച് ആശീർവാദങ്ങൾ നൽകുകയും ചെയ്യുന്നു. രാം നാരായണ റാം.